എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മെയിൻസ് എക്സാം നാളെ നടക്കാൻ പോവാണ് അല്ലെ. KAS എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമ്മുടെ പേരിനൊപ്പം ചേർക്കാൻ പോകുന്നതിന്റെ ആദ്യത്തെ കുറച്ച് ദിനങ്ങളാണത്. നാളെ മറ്റന്നാളുമായിട്ടുള്ള മെയിൻസ് എക്സാമിനകത്താണല്ലോ നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ വേണ്ട മാർക്കൊക്കെ സ്കോർ ചെയ്യാനുള്ളത്. സോ നാളെ മുതൽ ആ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആണ് നിങ്ങൾ നടത്താൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് KS എക്സാം എഴുതുന്ന ആൾക്കാർ മാത്രമല്ല, എല്ലാ PSC എക്സാം എഴുതുന്ന ആൾക്കാരും കണ്ടിരിക്കണം. ബിക്കോസ് PSC പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ എപ്പോഴാണ് ഡിസ്ക്രിപ്റ്റീവിലോട്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. KSന്റെ മെയിൻസ് എക്സാം പോലെ ഇപ്പൊ കമ്പനി ബോർഡ് വരാൻ പോകുന്നത് മറ്റേ എക്സാംസ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവിലേക്ക് മാറ്റിയാലും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഫ്ലേവർ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ന് മുതൽ ആൻസർ റൈറ്റിംഗ് എല്ലാവരും തുടങ്ങണം എന്നല്ല പറയുന്നത്, പക്ഷേ ആൻസർ റൈറ്റിംഗിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന്റെ ഫ്ലേവർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ നാളെ KS എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ക്ലാസ് വളരെ ക്രൂഷ്യൽ ആണ്. ഇതിനൊരു 2 പാർട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ബേസിക്കലി നാളത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ചെയ്തുകൂടാത്ത അബദ്ധങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് ഒന്ന് പറഞ്ഞു തീർക്കും. അതിനുശേഷം ഒരു സ്ട്രാറ്റജി ക്ലാസ്, ഈവൻ അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും എങ്ങനെയാണ് അവിടുത്തെ മാർക്ക് ഫെച്ച് ചെയ്യേണ്ടത് എന്നുള്ള സ്ട്രാറ്റജി, അതും ഞാൻ ഡിസ്കസ് ചെയ്ത് തരും. ഷോർട്ട് ക്ലാസ് ആണ് ഇന്നത്തേത്. കാര്യം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ഈ ക്ലാസ് പെട്ടെന്ന് കണ്ടു തീർത്തിട്ട് എന്ത് ചെയ്യുക, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിച്ചോളാം. ഓക്കെ. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ, നമ്മൾ ഈ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കുറെ ഫുൾ ടെസ്റ്റ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കേസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 നമ്മൾ റിസർച്ച് ചെയ്ത് സാധ്യതാ ചോദ്യങ്ങൾക്ക് കണ്ടെത്തി ഫുൾ ടെസ്റ്റ് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്ന ആൾക്കാർ ടെലിഗ്രാം ഫാമിലിയിലെ അംഗങ്ങളാവുക. ആ PDF ഡൗൺലോഡ് ചെയ്ത് ഇനിയിപ്പോ ആൻസർ എഴുതാനുള്ള സമയം ഇല്ലെങ്കിൽ പോലും അതിനകത്ത് ആൻസേഴ്സ് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക, ബ്രെയിൻ സ്റ്റോം ചെയ്ത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്. സോ നമുക്കിനി നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. കണ്ടന്റിലേക്ക്, കാര്യം ടൈം ഈസ് പ്രഷ്യസ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് ടൈം ഈസ് വെരി പ്രഷ്യസ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള PSCയുടെ പ്രിലിംസ് എക്സാം പാസ് ആയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് സിസ്റ്റം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘടകം. നാളത്തെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് മെസ്സേജ് കോളുകൾ ചെയ്യുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട സംശയം, കോൺഫിഡൻസ് പോകുന്നു, ഇത്ര വലിയ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും, അതാണ് പ്രശ്നം. ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം വരെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളാണ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. നാളെ നിങ്ങൾ ആൻസർ എഴുതാൻ പോകുമ്പോൾ ആദ്യത്തെ ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ, പേന എടുത്ത് ആദ്യത്തെ ആൻസർ എഴുതി തുടങ്ങുമല്ലോ. അപ്പൊ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നാളെ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ട് പച്ച മഷിയുള്ള പേന കൊണ്ട് നിങ്ങൾ ഫയൽസ് ഒപ്പിടുന്നതായിട്ടും മറ്റ് പ്രധാനപ്പെട്ട നോട്ട്സ് എഴുതുന്നതായിട്ടും ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി പവർഫുൾ. ആ ഒരു വിഷ്വലൈസേഷൻ 10 സെക്കൻഡെങ്കിലും ചെയ്തിട്ടേ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എക്സാമിലേക്ക് കടക്കാവും. നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവും. സോ നാളത്തെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇവൻ നാഷണൽ ലെവൽ പോളിസി ഫോർമുലേഷൻസിന്റെ പോലും ഇൻഫ്ലുവൻഷ്യൽ ആവാൻ പോകുന്ന തലച്ചോറാണ് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന പിള്ളേർക്കുള്ളത്. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഡിഫൻസ് പോളിസി, കേരളത്തിന്റെ സെക്യൂരിറ്റി ആർക്കിടെക്ചർ, ഇതിലൊക്കെ നിങ്ങളുടെ തലച്ചോറ് ഇനിയുള്ള വർഷങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സിലും മെച്ചൂരിറ്റിയിലും കോൺഫിഡൻസിലും തന്നെ നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ഒരു 10ാം ക്ലാസ്സിലെ പിള്ളേർ അയ്യോ പരീക്ഷ എഴുതുന്നത് പോകുന്ന രീതിയിൽ ആ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ലക്ഷറി നിങ്ങൾക്കില്ല. യു ആർ നോട്ട്, എന്താ പറയാ, അത്ര ഒരു ലക്ഷറി നിങ്ങൾക്കില്ല. ആ ഒരു ഉയർന്ന ചിന്താഗതിയോട് കൂടി തന്നെ, ഒരു പോളിസി ഫോർമുലേറ്റിംഗ് ബ്യൂറോക്രാറ്റിന്റെ മെന്റാലിറ്റിയോട് കൂടി തന്നെ നാളത്തെ എക്സാം ഹോളിലേക്ക് പോവുക. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഗോൾഡൻ ടിപ്സ്, അല്ലെങ്കിൽ ചില ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ് മസ്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. ഇത് സിവിൽ സർവീസസ് മെയിൻസിന് പലപ്പോഴും പിള്ളേർക്ക് അടിയിട്ടിട്ടുള്ളതാണ്. പലപ്പോഴും ചിലപ്പോൾ അവർ എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ വെയിറ്റേജ്, ചിലപ്പം ചില പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ചോദ്യ പേപ്പറിന് തന്നിരിക്കും. സോ നാളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കിട്ടുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി അതിനകത്ത് ഫ്രണ്ടിൽ കൊടുത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് എല്ലാം വായിച്ചു നോക്കുക. അതിനകത്ത് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സർപ്രൈസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ അത് കൃത്യമായി വായിച്ചു നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആദ്യത്തെ ആൻസർ എഴുതി തുടങ്ങാവൂ. മനസ്സിലായല്ലോ. UPSCയിൽ പണ്ട് പിള്ളേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. ചിലപ്പം ചോദ്യത്തിന്റെ വെയിറ്റേജ് മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കാതെ കയറിയിട്ട് പണി കിട്ടി. പിന്നെ എക്സാം ഹോളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ പുറത്തൊക്കെ നോട്ടീസോ എന്തെങ്കിലും സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വായിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ മഷിയുള്ള ബോൾ പോയിന്റ് പേന മാത്രം ഉപയോഗിക്കാം.
വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. എനിക്കറിയാം, എനിക്കൊരു പെയിൻ അറിയാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം KS മെയിൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജെൽ പേന വെച്ചിട്ടും അല്ലെങ്കിൽ എന്റെ യൂണിബോൾ ആണ് പേന, ഭയങ്കര ഫാസ്റ്റ് എഴുതാൻ പറ്റും. ഇതൊക്കെ വെച്ചാണ് ഞങ്ങൾ എഴുതി പരിശീലിച്ചത്. പക്ഷേ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴാണ് മനസ്സിലായത് ഈ പേനയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പകരം നമുക്ക് ബോൾ പോയിന്റ് പെൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇരുട്ടടി കിട്ടിയ ഫീൽ ആയിരുന്നു. പക്ഷെ പിന്നീട് ദിവസങ്ങൾ റിഗ്രസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു, അവസാനം പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ബോൾ പോയിന്റ് പെൻ മാത്രമേ യൂസ് ചെയ്യാവൂ. ഈ ഇൻഫർമേഷൻ ഇതുവരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനോടൊപ്പം ബ്ലൂ ആൻഡ് ബ്ലാക്ക്, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ലൈൻഡ് പേപ്പർ ആണ്. സോ PSC പറയുന്ന ലൈൻഡ് പേപ്പർ ആണെന്നാണ്. ഈ ലൈൻഡ് പേപ്പറിനകത്ത് തന്നെ എഴുതുക. അതിന് ഇടയ്ക്ക് വെച്ച് എഴുതുക. ഒരു 2 ലൈൻ ഇടയ്ക്ക് 2 ലൈൻ നമ്മളായിട്ട് എഴുതി ചേർക്കാൻ നിൽക്കില്ല, ലൈനകത്ത് മാത്രം എഴുതുക. നിങ്ങൾ എന്തും സർപ്രൈസ് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാൻ. സപ്പോസ് നാളത്തെ പേപ്പർ വരുമ്പോൾ വൈറ്റ് പേപ്പർ ആവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതനുസരിച്ച് എക്സാം ഹോൾ വെച്ച് അഡാപ്റ്റ് ചെയ്യുക. ഫുൾ ഓഫ് സർപ്രൈസസ് പ്രതീക്ഷിച്ച് മാത്രം പോവുക. കൂൾ മൈൻഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന ഗൗരവത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് വണ്ടി എടുത്ത് എക്സാം ഹോളിൽ പോയി എക്സാം എഴുതാൻ പോകരുത്. ഡു പ്രോപ്പർ വാം അപ്പ്. നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ എന്താ പറയാ എക്സേർഷനുള്ള, എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഒന്ന് എഴുന്നേക്കുക, ബേസിക് സ്ട്രെച്ചിങ് ബോഡിക്ക് ചെയ്യുക, തലച്ചോറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രെയിൻ വാമപ്പ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി, ഞാൻ ഇന്ന് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ അത് ചുമ്മാ ആൻസർ എഴുതി പഠിച്ചിട്ട് പോവാം. ആൻസർ വായിച്ചിട്ട് എഴുതിയാലും മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ വി ഷുഡ് ഗിവ് എ സിഗ്നൽ ടു അവർ ബ്രെയിൻ. അതായത് നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ്, അതിനുവേണ്ടി റെഡി ആയിട്ട് ഇരുന്നുള്ളൊരു സിഗ്നൽ ബ്രെയിനിന് കൊടുക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് ഇത് ചെയ്യണം, എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. എത്ര ഒരു 2 മിനിറ്റ് പോരെ ഒരു ആൻസർ എഴുതി പഠിക്കാൻ, ഒരു ജസ്റ്റ് ആൻസർ എഴുതാനായിട്ട്. അത് എക്സാം ഹോൾ ചെന്നിരുന്നിട്ട് ആയിരിക്കരുത് നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള വാം അപ്പ് ചെയ്തിരിക്കണം. നോ എക്സ്ക്യൂസ്. ഓക്കെ, അപ്പൊ ഇനി എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഇന്നത്തെ ദിവസം അല്ലെ, ഇന്നത്തെ ദിവസം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആൻസേഴ്സ് എഴുതി പഠിക്കുക. അതിനേക്കാൾ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഒരു ചോദ്യം കിട്ടുന്നത്, ഞാനിപ്പോ കുറച്ച് ചോദ്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചാൽ അതിന്റെ പോയിന്റുകൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ബിക്കോസ് ഈ പരീക്ഷ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എക്സാം എഴുതി തീർക്കാൻ പറ്റും. ഒരു സംശയമായിട്ട് എക്സാം എഴുതി തീർക്കാൻ പറ്റും. പക്ഷേ ക്വാളിറ്റി പോയിന്റുകൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ആ മനസ്സിലേക്ക് ആ സമയത്ത് വരണം. അതാണ് ആ ചലഞ്ച്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രോപ്പർ ബ്രെയിൻ സ്റ്റോമിങ്ങിനും ആ ഒരു മെന്റൽ ഫിറ്റ്നസിനും വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഓക്കെ, ഇപ്പം കഴിഞ്ഞ വർഷത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ഇരിക്കുന്ന ഡെസ്ക് ഒക്കെ ഉണ്ടല്ലോ, കുലുക്കമുള്ളതായിരിക്കും. അപ്പോൾ എന്റെ ഡെസ്കിൽ ഇരുന്നത് രോഹിൻ രാജ്, ഇപ്പോഴത്തെ KS ഓഫീസറാണ്, അദ്ദേഹമാണ് ഡെസ്കിൽ ഇരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ആ കുലുക്കമുള്ള ബെഞ്ച് മതി, കുഴപ്പമില്ല എന്നുള്ള പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഇൻവിജിലേറ്ററിനെ വിളിച്ചു വരുത്തി ആ ബെഞ്ച് മാറ്റി. പിന്നെ അതിൽ പെർഫെക്റ്റ് ബെഞ്ചാണ് കിട്ടിയത്. സോ അതിനൊക്കെയുള്ള ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്. കാര്യം ഇത് കറപ്പിക്കലല്ല, നമ്മൾ ഇരുന്ന് എഴുത്താണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചിനോ ഡെസ്കിനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഡെസ്ക് ഒക്കെ മാറ്റിത്തരാൻ പറയാ. ഇൻവിജിലേറ്റേഴ്സ് വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും, ഇത് മാറ്റിത്തരും. കുലുക്കമുള്ള ബെഞ്ചസ്, ഇതൊക്കെ നമ്മൾ പല സിനാരിയോസ് ആണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇരിക്കുന്ന ഡെസ്ക് കുലുക്കമുള്ളതാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ആ എക്സാം ഹോൾ നിങ്ങൾ ഇൻവിജിലേറ്റർ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം എക്സാംസ് എല്ലാം PSCയുടെ ഓൺലൈൻ സെന്റേഴ്സിലാണല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പെർഫെക്റ്റ് അല്ലെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ തന്നെയായിരിക്കും കിട്ടുക. എല്ലായിടത്തും ക്ലോക്കും കാണാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്, അല്ലേ? സോ ചൂസ് യുവർ എൻവയോൺമെന്റ് വെരി വൈസ്ലി. നിങ്ങളുടെ എൻവയോൺമെന്റ് നിങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി ബ്രീത്തിങ് എക്സസൈസിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. എക്സാം ഹോളിൽ 2 മണിക്കൂർ എക്സാം ഉള്ളൂ. ഒരു 20 മിനിറ്റ്സ് കൂടുമ്പോൾ, 30 മിനിറ്റ്സ് കൂടുമ്പോഴെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു 30 സെക്കൻഡ് ബ്രീത്തിങ് എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കാം. ഇതിൽ കൂടെ നിങ്ങൾക്ക് എന്തായാലും ഒരു പേപ്പറിൽ 4-5 മാർക്ക് എക്സ്ട്രാ കിട്ടും, ഒരു സംശയം വേണ്ട. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് വെള്ളം കുടിക്കുന്ന ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് റീഫ്രഷ്ഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞു, ആൻസേഴ്സ് എഴുതി തീർക്കാൻ പറ്റും. ക്വാളിറ്റി പോയിന്റുകൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചലഞ്ച്. ആ ക്വാളിറ്റി പോയിന്റുകൾ ജനറേറ്റ് ചെയ്യാനും തലച്ചോറിനെ ഒന്ന് ചാർജ് ആക്കാനും എന്ത് പറ്റും, ഈ ബ്രീത്തിങ് എക്സസൈസിന് പറ്റും. ബോക്സ് ബ്രീത്തിങ് ചെയ്താൽ മതി, അല്ലെ? 6 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 6 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുക, 6 സെക്കൻഡ് കൊണ്ട് ആ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക. ഈ സെക്കൻഡ്സ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാം, അത് സ്ട്രിക്റ്റ് റൂൾ അല്ല. 4 സെക്കൻഡ് 5 സെക്കൻഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, സമയമില്ലെന്നുണ്ടെങ്കിൽ. മസ്റ്റ് ആയിട്ടും 30 മിനിറ്റ് കൂടുമ്പോൾ ഒരു 30 സെക്കൻഡ് എങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിരിക്കണം, ഒരു സംശയം വേണ്ട. നമ്മുടെ ഇപ്പൊ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന്റെ സമയത്തും തുടക്കത്തിൽ മാർക്ക് പറയുന്ന വിദ്യാർത്ഥി, നമുക്കറിയാം അവർക്ക് കണ്ടന്റ് ഉണ്ട്, നല്ല നോളജ് ഉണ്ട്. പക്ഷേ
ആ ആൻസർ എഴുതുന്ന സമയത്ത് പോയിന്റുകൾ പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ നമ്മൾ അവരുടെ ഇത് എക്സ്പെരിമെന്റ് ചെയ്തു, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവർക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ആവുന്നുണ്ട്. സോ ഇതൊക്കെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്, അതൊക്കെ ബാറ്റിൽ ടെസ്റ്റഡ് ടെക്നിക്സ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളത്തെ പരീക്ഷയിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, മാജിക്കിലാണ് ബ്രീത്തിങ് എക്സസൈസ്. ഓക്കെ, ഇതാണ് അതിനകത്തുള്ള കുറച്ച് ഗോൾഡൻ റൂൾസ് എന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ നിങ്ങൾ ഒരു എന്താ പറയാ, ശരാശരി PSC ആസ്പിറൻസ് അല്ല, കേസ് പോലെ ഒരു എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിങ്ങളെ പാമ്പർ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയാ ധൈര്യം തരേണ്ടതോ ആവശ്യമില്ല. യു ആർ ബോൺ ലൈക്ക് ദാറ്റ്, യു ആർ മെയ്ഡ് ലൈക്ക് ദാറ്റ്. അപ്പൊ ആ ഒരു കൺവിക്ഷനും കോൺഫിഡൻസോടും കൂടി തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ ഉള്ള ഒരു കാര്യം എന്താ, അറിയാത്ത ചോദ്യം വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത അൺനോൺ ക്വസ്റ്റ്യൻ. പല ആൾക്കാരും പറഞ്ഞത് അവർക്ക് സിവിൽ സർവീസ് മെയിൻസ് ഉള്ള കുറെ സ്റ്റുഡൻസ് നമ്മുടെ ബാച്ചിലുണ്ട്. അവർക്ക് KS വേണ്ടി അങ്ങനെ കുറെ ഇന്ന് പഠിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ, അറിയാതെ ചോദ്യം വന്നാൽ എന്ത് ചെയ്യും. ഇപ്പൊ കേരള ഫാക്ട്, അവിടെയും നമുക്ക് ടാക്ടിക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഒന്നുണ്ട് ചോദ്യങ്ങൾ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തോണം. കാര്യം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ 20 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ, 15 ചോദ്യം, എത്ര ചോദ്യമാണോ എല്ലാം അറ്റൻഡ് ചെയ്തോണം. ഒരു ചോദ്യം പോലും സ്കിപ്പ് ചെയ്തിട്ട് ആരും എക്സാം ഹോളിലേക്ക് പുറത്ത് വരരുത്. മനസ്സിലായല്ലോ? ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇവനൊരു അൺനോൺ ക്വസ്റ്റ്യൻ വന്നാലും, നമ്മൾ പഠിക്കാത്തൊരു ചോദ്യം വന്നാലും, നമുക്ക് ഇൻഫർമേഷൻ കുറവുള്ള ഒരു ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കാം. സി, ഈ ഒരു ചോദ്യം എടുക്കാം അല്ലെ, കഴിഞ്ഞ KS മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Write about the mural painting techniques in Kerala in the light of ശില്പതന്ത്ര. ശില്പതന്ത്ര 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു പുസ്തകമാണ്. അതിനകത്ത് മ്യൂറൽ പെയിന്റിങ്സ് അല്ലെ, ചുവർ ചിത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിനകത്തെ ടെക്നിക്സ് കേരളത്തിൽ മ്യൂറൽ പെയിന്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദ്യം. മിക്കവാറും ഉള്ളവരൊക്കെ ഹിസ്റ്ററി ഓപ്ഷൻ എടുത്തവർക്ക് ഇത് കാര്യങ്ങൾ അറിയാം. അല്ലാതുള്ള പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ശില്പതന്ത്രം അറിയണമെന്ന് നിർബന്ധമില്ല, അതിന്റെ ടെക്നിക്സിനെ പറ്റി അറിയണം നിർബന്ധമില്ല. ഇവിടെയാണ് നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ എവിടെയാണ്. നിങ്ങൾക്ക് എന്താ ഈ ചോദ്യത്തെ സ്പ്ലിറ്റ് ചെയ്യാം. കേരളത്തിലെ മ്യൂറൽ പെയിന്റിങ്സിനെ പറ്റി നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ പോർഷൻ നിങ്ങൾക്ക് അറിയാം, ഈ പോർഷനാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ മ്യൂറൽ പെയിന്റിങ്സ് അല്ലെ കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ, ഫ്രസ്കോയുടെ കേസും ഗജേന്ദ്ര മോക്ഷമൊക്കെ പണ്ടേ ഈ കേസിൽ ചോദ്യം വന്നിട്ടുള്ള വെരി ഗുഡ് ലോഹിത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എക്സാമ്പിൾ പെട്ടെന്ന് പോയിന്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പാർട്ട് ആൻസർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ചുവർ ചിത്രങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം എന്താ, നാച്ചുറൽ പെയിന്റ്സ് ആണ് അല്ലെ. ഇതൊക്കെ നമ്മൾ എല്ലാവരും പഠിക്കുന്ന ബേസിക് പോയിന്റുകളാണ്. അല്ലാതെ ഇന്നത്തെ പോലെ കെമിക്കൽസ് ഒന്നും ഒന്നില്ല. പച്ചമരുന്നുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇലകളിൽ നിന്നും പൂക്കുന്ന നാച്ചുറൽ പെയിന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഈ ചുവർ ചിത്രങ്ങളുടെ ഒക്കെ തീം എന്താണ്, എന്താണ് അതിന്റെ ഇതിവൃത്തം? പുരാണങ്ങളാണ് അല്ലെ, പുരാണങ്ങളാണ് അതിന്റെ ഇതിവൃത്തം, തീംസ്. അപ്പോ ഇതൊക്കെ എന്തായാലും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ലേ. അതായത് ഇതിവൃത്തത്തെ പറ്റിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കളറുകളെ പറ്റി. ഇപ്പൊ പെയിന്റിങ്ങിനെ പറ്റിയുള്ള ബുക്കായത്, ഇതിനകത്ത് എന്തായാലും തീം അല്ലെങ്കിൽ കളേഴ്സ് അതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടായിരിക്കില്ലേ. അല്ലെങ്കിൽ കളറിന്റെ കറക്റ്റ് കോമ്പിനേഷൻ എങ്ങനെ വേണം, പിഗ്മെന്റ്സ് എങ്ങനെ കമ്പൈൻ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ബുക്കിൽ പറയാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ ഒരു ക്രക്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം പോട്ടെ, ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് ആണ് കേരളത്തിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ശില്പതന്ത്ര പ്രകാരമാണ് കേരളത്തിലെ പെയിന്റിംഗ് നടന്നിട്ടുള്ളത്. അപ്പൊ ശില്പതന്ത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഏത് സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് ആയിരിക്കണം? അതാണ് കീവേഡ്സിന്റെ മാജിക്. അതാ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് പെയിന്റിങ്സ്, ശില്പതന്ത്രം, അത് തന്നെയാണ് കേരളത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കീവേഡുകൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം. ഇവിടെ നിങ്ങൾ ഈ ചോദ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 0 മാർക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ എഴുതിയെങ്കിൽ ഒരു 1/2 മാർക്ക്, 1/4 മാർക്ക് ഇങ്ങനെ കിട്ടണ്ടേ. നമ്മൾ എഴുതിയിട്ടുള്ളതൊന്നും റോങ് ആയിട്ടുള്ള കാര്യമല്ല, ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. ഈ ചോദ്യം ഇട്ട ആളുടെ ഉദ്ദേശം അതാ. ഒരു ബ്യൂറോക്രാറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. പക്ഷെ അയാളുടെ അനലിറ്റിക്കൽ എബിലിറ്റി, ബ്രെയിൻ, അവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഡോട്ട്സുകൾ കണക്ട് ചെയ്ത് വിശകലനാത്മകമായിട്ട് ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ കൂടെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവർ ചെക്ക് ചെയ്യുന്നത്. ഇതൊരു പ്രോബ്ലം ആണ്, ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്തു, ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണോ? നോ, ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ അല്ല. ഈ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 20 ചോദ്യത്തിൽ ഒരു 15 ചോദ്യം നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. നമ്മൾ നന്നായിട്ട് പഠിച്ചത് പറ്റ് ഈസിലി പോസിബിൾ ആണ്. പിന്നെ ഒരു 5 ചോദ്യങ്ങളാണ് കയ്യാലെ പുറത്ത് തേങ്ങോലിരിക്കുന്നത്. അത് നമ്മൾ ഈ രീതിയിൽ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതെന്താണ്, ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇത് മലബാറിന്റെ സോഷ്യൽ ലൈഫില്
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മൂലമുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയാണ് ഈ നോവൽ ചിത്രീകരിക്കുന്നതെന്ന ചോദ്യം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ ചന്തുമേനോൻ ഇന്ത്യയിലേക്ക് പോയി വായിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതിന്റെ ഒരു മറ്റൊരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു മിനിയേച്ചർ ആയിരിക്കില്ലേ മലബാറിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വരുമ്പോൾ ഇത് ഇന്ദുലേഖ നമുക്കറിയാം, ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള മലയാളത്തിൽ ആദ്യത്തെ നോവലിൽ ഒന്നാണ് അല്ലേ? എക്സാക്ട്ലി. സോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിക്കുന്നത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? വുമൺ എംപവർമെന്റ് സംഭവിക്കും, സ്ത്രീ എംപവേർഡ് ആകും. അതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ് അല്ലേ? ലൈക് ദേശീയത, നാഷണലിസം ഉയരും. ഈ ജോയിന്റ് ഫാമിലി സെറ്റപ്പ് ഒക്കെ മാറിയിട്ട് ന്യൂക്ലിയർ ഫാമിലി കാര്യങ്ങൾ പോകും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയപ്പോൾ ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? ആൾക്കാർ ഗവൺമെന്റ് എംപ്ലോയ്മെന്റിലേക്ക്, സിവിൽ സർവീസസ് പരീക്ഷകളിലേക്ക് പോകുന്നു. ഇതിനകത്ത് നായകൻ മാധവനും പോകുന്ന സിവിൽ സർവീസ് പരീക്ഷയിലേക്കാണ്. ബൈ ദ ബൈ, നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഈ നോവൽ ഒന്ന് വായിക്കണം, നല്ല നോവലാണ്. നമുക്ക് ഈ നോവൽ, ഇന്നത്തെ സിനിമകളുണ്ടല്ലോ, മൂവീസ്, ഏകദേശം ആ ഒരു നിലവാരമാണ് ഈ നോവലിന്. ഇപ്പൊ കാലത്തെ എന്താ പറയാ അതിജീവിച്ച് നിൽക്കുന്ന ഒരു നോവലാണത്. അങ്ങനെ തീംസും പല കാര്യങ്ങളും കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടെങ്കിൽ പോലും ഒരു 10 കൊല്ലം മുമ്പുള്ള, 20 മുമ്പുള്ള സിനിമകൾ പോലും ഈ നോവലിന്റെ പല പല കാര്യങ്ങൾ അടിച്ചുമാറ്റി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? രണ്ടുപേരും തമ്മിലുള്ള പ്രണയം, അതിനിടയിൽ ഒരു വില്ലൻ വരുന്നു, പിന്നെ ആ പ്രണയം സാക്ഷാത്കരിക്കപ്പെടുന്നു, പിന്നെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആവുന്നു. അങ്ങനെ പല ഇപ്പോഴത്തെ ഒരു മോഡേൺ സിനിമ കാണുന്ന ഫീൽ തന്നെ ഈ നോവൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് നായകൻ മാധവൻ ഈ പറഞ്ഞ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഇതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ മാജിക് അല്ലെ? അപ്പം ഒരു ന്യൂ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കാരണം ഒരു ന്യൂ ഇന്ത്യ എങ്ങനെയാണ് എമേർജ് ചെയ്തത്, അതേ പോയിന്റുകൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. സ്പെസിഫിക് പോയിന്റുകൾ ഉണ്ട്. ഞാൻ പറയുന്നതിന്റെ എക്സാമ്പിൾ, നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ആകുമ്പോൾ എങ്ങനെയാണ് ചോദ്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മൂലം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ മലബാറിലും സംഭവിച്ചിരിക്കണം, ഒരു സംശയമില്ല അതിനകത്ത് അല്ലെ? അപ്പൊ അതാണ് അതിനൊരു കേസ്. ഇപ്പം കഴിഞ്ഞ KS പരീക്ഷയിലെ മറ്റൊരു ചോദ്യമാണ്, ഇതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. വിത്ത് റെഫറൻസ് ടു ബാരി സെന്റർ എക്സ്പ്ലെയിൻ സൺ മൂൺ സിസ്റ്റം, അങ്ങനെ ചോദ്യമാണ്. എർത്ത് മൂൺ സിസ്റ്റം അങ്ങനെ എന്തൊരു ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും എർത്ത് മൂൺ സിസ്റ്റം അറിയാം, അതങ്ങ് എഴുതി വെക്കുക. അപ്പൊ ബാരി സെന്റർ അറിയില്ലെങ്കിൽ ഇപ്പോൾ എർത്ത് മൂൺ സിസ്റ്റം എഴുതി വെക്കുക. നിങ്ങൾക്ക് അതിന്റെ ക്രിക്സ് മനസ്സിലായോ? അപ്പൊ ഏത് രീതിയിലാണ് എർത്ത് മൂൺ സിസ്റ്റത്തിന് ഒറ്റ സിസ്റ്റമേ ഉള്ളൂ. അത് ബാരി സെന്റർ പെർസ്പെക്റ്റീവിലാണെങ്കിലും കെപ്ലറിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിലും ന്യൂട്ടോണിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിലും ഒരൊറ്റ സിസ്റ്റമേ ഉള്ളൂ. ചില ടെക്നിക്കൽ ഡിഫറൻസിയേഷൻസ് മാത്രം ഓരോ സിസ്റ്റംസ് വഴി വരിക. അപ്പോൾ ഈ രീതിയിൽ സ്മാർട്ടായിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ പൂഴിക്കടകങ്ങളാണ്. മര്യാദയ്ക്ക് പഠിച്ച് ഇതൊക്കെ നമ്മൾ കവറായി പോകുന്നതാണ് അല്ലെ? തീരെ നിവൃത്തിയില്ല. ക്ലാസ്സിൽ എക്സാം ഹോൾ ബ്ലാക്ക് ഔട്ട് ആകുമ്പോൾ ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നവർ ചിന്തിച്ചാൽ മതി, ഒരു സ്റ്റുഡന്റ് ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ട. ഒരു ബ്യൂറോക്രാറ്റിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അയാൾക്ക് എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കാണും. 100% പെർഫെക്റ്റ് സൊല്യൂഷൻ ആണോ? അത് മനുഷ്യനെ കൊണ്ട് ഒരു കാര്യത്തിൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ വർക്കബിൾ സൊല്യൂഷൻ, സിസ്റ്റം ഓടിപ്പോകാനുള്ള സൊല്യൂഷൻ അതിനകത്തുനിന്ന് കിട്ടും. ഈ ഒരു മെന്റാലിറ്റി തന്നെ നിങ്ങൾ നാളത്തെ എക്സാമിലേക്ക് പോവുക. ഞാൻ പറഞ്ഞതിന്റെ ഒരു ക്രക്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു പെർസ്പെക്ടീവ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കാര്യം ഞാൻ ക്ലാസ് ഒഫീഷ്യലി ഇവിടെ തീർക്കുകയാണ്. ബിക്കോസ് നാളെ ക്രൂഷ്യൽ ഡേ ആണ്. അനാവശ്യമായി നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുക. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്ന് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ഓക്കെ, ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.